നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെ പുതിയതെടുക്കാം, നിലവിലുള്ള കാർഡ് എങ്ങനെ പുതുക്കാം, മറ്റ് അംഗങ്ങളെ എങ്ങനെ ചേർക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമുക്കറിയാം, നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അതിന് പരിഹാരമായിട്ടായിരുന്നു ഓരോ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് സർക്കാർ പുറത്തിറക്കിയത്. ഇതൊരു പഴയ പദ്ധതിയാണെങ്കിലും അന്ന് മുതലൊന്നും കൂടുതൽ ആളുകൾ ഇതിലേക്ക് ആക്റ്റീവായിട്ടിരുന്നില്ല. അന്ന് കൂടുതൽ ആളുകൾ ഇത് പുതുക്കി പോന്നിരുന്നില്ല. അതിനുശേഷം 2018 കാലയളവിലാണ് ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് ലഭിക്കുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് റേഷൻ കാർഡിൽ നിന്നും പേര് വെട്ടിമാറ്റി പുതിയ റേഷൻ കാർഡ് എടുത്ത ആളുകൾ, അതുപോലെ തന്നെ അന്ന് സാധിക്കാത്ത ആളുകൾക്കൊന്നും അത് കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നില്ല. പിന്നീട് അതിൽ വന്ന ഏറ്റവും പുതിയൊരു അപ്ഡേഷനായിരുന്നു 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിലൊരു അപ്ഡേഷൻ. അന്ന് ആ അപ്ഡേഷനിൽ കാർഡ് എടുത്ത ആളുകൾക്കെല്ലാം ഇപ്പോൾ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ കാർഡ് എടുത്ത സമയത്ത് ഇതിൻ്റെ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2 മാസങ്ങളിലായി ഈ കാർഡ് എടുത്ത ആളുകൾക്കും ഇപ്പോൾ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് പറയത്തക്ക ഒരു അപ്ഡേഷനും ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലിപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വരികയാണ്. 50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് പുതിയൊരു അപ്ഡേഷൻ വരിക എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് പക്ഷേ എല്ലാ ആളുകൾക്കും ലഭിക്കുകയില്ല. മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും തുടക്കത്തിൽ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. നിലവിൽ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് കാർഡുള്ള ആളുകളാണെങ്കിൽ എസ് ഒന്നും ഇല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ കാർഡുകളുള്ള, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള നമ്മുടെ കൈവശം കാർഡുകളുള്ള ആളുകൾക്ക് മറ്റ് കുടുംബാംഗങ്ങളെ ഇതിൽ സൗജന്യമായി ചേർക്കാൻ സാധിക്കും. അതറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴുമുണ്ട്. 2018-19 കാലയളവിൽ നമ്മൾ കാർഡ് പുതുക്കുകയും ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ലാമിഷൻ്റെ കാർഡുള്ള ആളുകളാണെങ്കിൽ അവരുടെ പേരിൽ റേഷൻ കാർഡിലുള്ള മറ്റംഗങ്ങളെ ഈ കാർഡിൽ ചേർക്കാൻ സാധിക്കും. റേഷൻ കാർഡിൽ പേര് ചേർക്കാൻ നമുക്കറിയാം കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മുടെ താമസ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റോ വെച്ച് നമുക്ക് പേര് ചേർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട്. ഇപ്പോൾ വെള്ള, നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട്. ഓൺലൈൻ വഴിയാണ് ഇങ്ങനെയുള്ള എല്ലാ അപേക്ഷകളും നമ്മൾ കൊടുക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കും. അങ്ങനെ കാർഡുകളെല്ലാം റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, 2 കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, റേഷൻ കാർഡിൽ നമ്മുടെ പേരെല്ലാം ഉണ്ട് നമ്മൾ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ പേരിൻ്റെ കൂടെ ഉള്ള സർനെയിം, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തുക. നമുക്കറിയാം നമ്മുടെ റേഷൻ കാർഡിൽ പല ആളുടെയും ഡേറ്റ് ഓഫ് ബർത്തുകൾ തെറ്റാണ്. റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ നമുക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അങ്ങനെ റേഷൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ പേരും റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ നിർബന്ധമായിട്ടും ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത് വെക്കുക. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. എന്നിരുന്നാലും ഇങ്ങനെയുള്ള അപ്ഡേഷൻ വരുന്ന സമയത്ത് തന്നെ നമുക്കിതിനെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, ഇനി കേരളത്തിൽ പുതിയ സർക്കാർ വരികയാണ്. ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് അറിയിപ്പുകളും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള അറിയിപ്പുകൾ ലഭിക്കാൻ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്കൊരു പുതിയ വീഡിയോസുമായി